വിധിയേൽക്കരുതേ നിന്നടിയാ തിരുമുമ്പിൽ ജയമാർന്നോനാ വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ അവരെ എന്താൽ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രവയും ജീവനും മുറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നതിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഈ ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലകമാർ മൂലം ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ നിന്റെ മകന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നതുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഈ നിന്റെ ദാസനം ധരിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കൈ നിന്റെ ദാസന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ നിന്റെ ദാസനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ മകനെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ നിന്റെ ദാസന്റെ പ്രമാണലംഘനങ്ങൾക്ക് തക്കപോലെ ഈ നിന്റെ മകനെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ നിന്റെ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീഹ
ഇവന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നിന്റെ കരുണായി നിന്റെ ദാസനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസന് കോട്ടയും അനുയായും കാവൽക്കാരനും സഹായിയും അവിടുന്നായിരിക്കണമേ. അവിടെ അത്ഭുതമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഈ നിന്റെ ദാസൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും ക്ലഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ നിന്റെ മകനെ സന്നദ്ധിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിപ്പെടുന്നതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതനായിരിക്കുന്നവർക്ക് മുഖപ്രസന്നം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നു കൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മത്സ്യമായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നു നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടി ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാതെ നിന്റെ രാജ്യത്തിൽ ഭക്തിയും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെ നിന്റെ പരിശുദ്ധരുമായി സ്തുതിച്ചു കൊള്ളുവാൻ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവയെ നിനക്ക് സ്തുതി. കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുന്നതിനായുള്ളവയെ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതിയും നിന്നെ അയച്ച പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവുള്ളത്താൽ 3 ദിവസം കബറിൽ പാർത്തവനായി വിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനായുള്ളവേ, നിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് കൊള്ളപ്പെട്ടവനായ മരിച്ചുപോയവരെ നീ ഉയർപ്പിച്ച് ജീവിപ്പിക്കണമേ. ദൈവമേ, മരിച്ചവർക്ക് നല്ല ആശാബന്ധതി ഉണ്ടാക്കണമേ. നീ മഹത്വത്തോടെ ഉദിക്കുമ്പോൾ അവർ നിന്റെ മണവരയിലേക്ക് പ്രവേശിപ്പിക്കുമാറാകണമേ. കരുണയുള്ളവനെ, നിന്റെ ദാസനെ കരുണ കൂടാതെ നീ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരായി ആരുമില്ലല്ലോ. മരിച്ചുപോയവർ അനുഭവിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ ശരീരത്തെയും തിരുരക്തത്തെയും ഓർത്ത് അവസാന നാളിൽ അവർക്ക് പാപപരിഹാരം നൽകണമേ. ജഡത്തിൽ മരണം അനുഭവിക്കുകയും പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ആത്മാക്കളോട് സുവിശേഷത്തെ പ്രസംഗിക്കുകയും ചെയ്ത് മിശിഹാ തമ്പുരാനെ വഴിയാത്രക്കാരെ പോലെയും പരദേശികളെ പോലെയും ഈ ഭൂമിയിൽ പരദേശവാസം ചെയ്ത് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന നിന്റെ ദാസന്മാർ സ്വർഗരാജ്യത്തിൽ നിന്റെ പരിശുദ്ധരോടുകൂടെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കൽപ്പനയിൽ മരണം പ്രാപിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർപെട്ടവരായ നിന്റെ ദാസന്മാർ അവിടെ ദുരിതമനുഭവിക്കാതെയും അഗ്നിനരകം കാണാതെയും പരമാനന്ദത്തിൽ
ആവർത്തിച്ച് നിനക്ക് സ്തുതി പാടുമാറാകണമേ. നിന്റെ ദാസന്മാരിൽ നിന്ന് കഠിനതരങ്ങളായ ദുഷ്കർമ്മങ്ങളെ നീ നീക്കണമേ. അവരിൽ അശുദ്ധി കാണപ്പെട്ടിട്ട് അഗ്നി സമീപിക്കുമാറാകരുതേ. അവരിൽ ദുഷ്ടത കാണപ്പെട്ടിട്ട് പുഴു അവരെ അവകാശമാക്കുമാറാകരുതേ. നിന്റെ നന്മ കൊണ്ട് അവരെ നിറയ്ക്കണമേ. നീ അവർക്ക് ആശ്വാസവും ആശാബന്ധവുമായിരിക്കണമേ. കരുണയും കൃപയുമാകുന്ന പനിനീർ നീ അവരുടെ മേൽ തളിക്കണമേ. നിന്റെ ഭക്ത പ്രത്യക്ഷതയിൽ അവർ നിന്നോടൊപ്പം നിൽക്കുവാൻ അർഹത നൽകണമേ. അബ്രാഹമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ അവരെ നീ വസിപ്പിക്കണമേ. നിന്റെ കരുണകൾക്കായി അവർ നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ. അവർ നിന്നെയും നിന്റെ പിതാവിനെയും ജീവൻ നൽകുന്ന വിശുദ്ധ റുഹായെയും സ്തുതിച്ചു പുകഴ്ത്തുവാൻ അർഹത നൽകണമേ. അന്തരീക്ഷവാസികളും അതിശീലവാസികളുടെ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുവാറാകണമേ. ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിശ്ചിതമായാലെങ്കിലും ഞങ്ങളോട് തീരുവാൻ ഞങ്ങളുടെ ചെയ്യണമേ. ശരണേ
നിങ്ങളൊരുവൻ മരിച്ചവരെങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതോ ശരീരത്തോടെ കൂടി വരുമെന്നും ചോദിച്ചേക്കാം. പോഷണം നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല, എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യുവത്തിന്റെയോ മറ്റേ വിത്ത് തരങ്ങളോ വെറും മണിയത്രേ. എന്നാൽ ദൈവം യഥേഷ്ടത്തിന് ശരീരം കൊടുക്കുന്നു, വിത്തിനുള്ള ഓരോന്നിനും അതിന്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം വേറെ, മൃഗശരീരം വേറെ, പക്ഷിയുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് വേറെ, ഭൗമികരുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റു നക്ഷത്രത്തെക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. ദ്രവത്വമുള്ളത് വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായി ഉദ്ധാനം ചെയ്യുന്നു. തുച്ഛമായി വിതയ്ക്കുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരമുണ്ട്, ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദാം ആത്മാമയനല്ല ഉണ്ടായത്, പ്രാണമയനായിരുന്നു. പിന്നീടാണ് ആത്മമയനുണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. മൺമേൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ മൺമേരും, സ്വർഗീയൻ എങ്ങനെയോ അങ്ങനെയായിരിക്കും സ്വർഗീയരും. മൺമേന്റെ സാദൃശ്യം നാം ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കുകയും ചെയ്യും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യവും നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാരണമോതുമ്പോൾ കണ്ണിമിക്കുന്ന അത്ര പെട്ടെന്ന് നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരാവസ്ഥയും മർത്യമായ മർത്യത്തെയും ധരിക്കുവാൻ പോകുന്നു. അമിനാഹായി പറയുന്നു. മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധേവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലും ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവെ മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് അവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കുന്നവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു.
അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം അദ്ദേഹം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന ആ സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നാം എല്ലാവരും ദുഃഖത്തോടും കൂടെ യോഗ്യമായ ദൈവത്തിന്റെ പ്രിയമായ ശബ്ദത്തിൽ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവമായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ നടത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൻ ചെയ്യുന്നവരായ തമ്പുരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സാനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചതിനായ മിശിഹാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും സൈന്യങ്ങളെയും ആത്മാക്കളെ അഭിവിടുവാനായി അന്തരീക്ഷത്തിൽ നിന്നും ഈ ഞങ്ങളുടെ സഹോദരൻ ശാപത്തിന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയോത്സവത്തിൽ തിരികെമാറാകണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധവുമായി സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് ഏറ്റു ചൊല്ലണം. സ്നേഹിതരെ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകമായ ഇടവുകളുടേതും ഈ ഫാമിലിയുടെ നാമത്തിലുള്ളതായ നന്ദി അറിയിക്കുന്നു. Especially all the priests who attended study today, I will thank you from the bottom of the heart. സുറിയാനി സഭയുടെ പാരമ്പര്യപ്രകാരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതായ മൃതദേഹം ആ ശരീരം പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞ ശേഷം മുഖം മൂടി മുദ്രയിടുകയാണ് ഉയർപ്പിൻ്റെ നാൾ വരെ. അതുകൊണ്ട് മുഖം മൂടിയ ശേഷം തൈലമൊഴിച്ച് മണ്ണിട്ട് ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. കഠിന ഭയത ലെന്നകതാനിളകിടുന്നു
കൈപ്പണിയല്ലാത്ത